ഇന്ന് നമ്മൾ നീന്താൻ പോവാണ്. നീന്താൻ പോണവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും നീന്തൽ അറിയില്ല. നീന്താൻ പോവുകയാണെന്ന് പറഞ്ഞാലും വെള്ളത്തിൽ ഇങ്ങനെ പോത്തും കുട്ടികൾ കിടക്കുന്ന പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെത്തി അവിടെ നിന്ന് നമ്മൾ സ്വിമ്മിംഗ് ക്യാപ്പും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 20 പേരായിട്ട് വരികയാണെങ്കിൽ അവർക്ക് 1 അവറിന് 1500 രൂപയാണ് ആവുക. പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 1 പേഴ്സണെ 1 അവർ 100 rupees ആ ഒരു സംഭവമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമ്മൾ 20 പേരുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഷവറിലൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സ്വിമ്മിംഗ് ക്യാപ്പും സംഭവങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. കുറച്ച് നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള സംഭവമാണ് സ്വിമ്മിങ് പഠിക്കണം എന്നുള്ളത്. പക്ഷേ ആണ്ടിലൊരിക്കലൊക്കെയാണ് ഇതേപോലെ വല്ലപ്പോഴും പൂളിലോ അല്ലെങ്കിൽ കനാലിലൊക്കെ പോവുക. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പഠിക്കാനും പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ മെയിനായിട്ടും ഞങ്ങളുടെ നീന്തൽ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് നടന്ന് കൈ കൊണ്ട് മാത്രം വെള്ളം മാറ്റി ഒരു തരം നീന്തലാണ്. അത് നമ്മൾ കുറേ നേരം അങ്ങനെ ചെയ്തു. പിന്നെ വെള്ളത്തിൽ നമുക്ക് എടുക്കാനൊക്കെ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം കുറേ നേരം എടുത്ത് നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പം ഇന്ന് ഫുള്ള് നമ്മൾ വെള്ളത്തിലായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.